നമസ്കാരം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ സമരം പാർലമെന്റിലും. ലോക്സഭയിൽ കോൺഗ്രസ് എംപിമാരായ കെ.സി. വേണുഗോപാൽ, ശശി തരൂർ, വി.കെ. ശ്രീകണ്ഠൻ എന്നിവരാണ് വിഷയം ശൂന്യവേളയിൽ ഉന്നയിച്ചത്. നിലവിലുള്ള 7,000 രൂപയ്ക്ക് പകരം ആശാ വർക്കർമാർക്ക് 21,000 രൂപ വേതനവും മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്ന ആശമാരെ ട്രേഡ് യൂണിയൻ നേതാക്കൾ അപമാനിക്കുകയാണെന്നും കെ.സി. വേണുഗോപാൽ പാർലമെന്റിലെ പ്രസംഗത്തിനിടെ പറഞ്ഞു. ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും വേണുഗോപാൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്ന് സംസ്ഥാനവും സംസ്ഥാന സർക്കാർ പണം വിതരണം ചെയ്യുന്നില്ലെന്ന് കേന്ദ്രവും ആരോപിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കെ.സി. വേണുഗോപാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രാജ്യത്തിന്റെ ആരോഗ്യ രംഗത്തെ മുൻനിര പോരാളികളാണ് ആശാ വർക്കർമാർ. സമാനതകളില്ലാത്ത സേവനമാണ് അവർ സമൂഹത്തിനായി ചെയ്യുന്നത്. 2005 UPA അവതരിപ്പിച്ച ഈ പദ്ധതി ഇപ്പോൾ 2 പതിറ്റാണ്ട് തികയുകയാണ്. കേരളത്തിലെ ആശാ വർക്കർമാർ കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിലാണ്. അവർ അർഹിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടിയാണ് തെരുവിലെ ഈ സമരം. അതേസമയം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെയും കേന്ദ്ര സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുന്നു. ആരാണ് അവരെ സഹായിക്കേണ്ടത്? തെലങ്കാന, കർണാടക പോലുള്ള ചില സംസ്ഥാനങ്ങൾ പരമാവധി വേതനം അവർക്ക് നൽകുന്നത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ശമ്പളമില്ലാതെ ആരാണ് ജോലി ചെയ്യുക? പ്രതിമാസം 21,000 രൂപ എന്ന ഏകീകൃത വേതനം നിശ്ചയിക്കണം. കേന്ദ്രം ഇടപെട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണം. അവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകണം. ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനത്തിലെ പാടി പുകഴ്ത്തപ്പെടാത്ത ഹീറോകളാണ് ആശാ വർക്കർമാരെന്നും ശശി തരൂർ പറഞ്ഞു. കോവിഡ് കാലത്തും നിർണായകമായ പ്രവർത്തനങ്ങൾ ആശാ വർക്കർമാർ നടത്തി. അമിതമായ ഉത്തരവാദിത്തങ്ങൾ അവരുടെ ചുമലിലുണ്ട്. ദിവസം 12 മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടതായും വരുന്നു. എന്നിട്ടും അവരെ വോളണ്ടിയർമാർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ഓണറേറിയവും ഇൻസെന്റീവുകളുമാണ് അവർക്ക് ലഭിക്കുന്നത്. അത് പലപ്പോഴും വൈകാറുണ്ടെന്നും ശശി തരൂർ വിമർശിച്ചു. പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം വ്യക്തമാക്കുന്നതെന്നും ആശമാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകണമെന്നും ശശി തരൂർ എം.പിയും ആവശ്യപ്പെട്ടു. മലയാളത്തിൽ വിഷയം ഉന്നയിച്ച വി.കെ. ശ്രീകണ്ഠൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും കുറ്റപ്പെടുത്തി. കൊടിക്കുന്നിൽ സുരേഷ് എം.പിയാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. രാജ്യസഭയിൽ വിഷയം അവതരിപ്പിച്ച മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ നൽകാനുള്ള കുടിശ്ശിക ആശമാർക്ക് നൽകണമെന്നും പ്രതിമാസ വേതനവും പെൻഷനും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. സഭയിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാരാരും വിഷയത്തോട് പ്രതികരിച്ചില്ല. ആശാ വർക്കർമാരുടെ സമരം 1 മാസം പിന്നിടുമ്പോൾ സമരം ദേശീയ തലത്തിൽ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എംപിമാർ. അതേസമയം ഓണറേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം ഇന്ന് 29ാം ദിവസം കടന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദില്ലിയിലെ കേരളത്തിന്റെ പ്രതിനിധി കെ.വി. തോമസ് നടത്തിയ പ്രതികരണവും ഏറെ വിമർശനത്തിനും വഴിവെച്ചിരുന്നു. ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട കണക്കുകൾ അറിയില്ല എന്നായിരുന്നു കെ.വി. തോമസിന്റെ പ്രതികരണം. ഇത് നിരുത്തരവാദിത്തപരമാണെന്നാണ് ആശാ വർക്കർമാരുടെ വിമർശനം. അതേസമയം സംസ്ഥാനത്തിന് പറയാനുള്ളത് സംബന്ധിച്ച കുറിപ്പ് കിട്ടിയാൽ കേന്ദ്രത്തിന് കൈമാറുമെന്നും കെ.വി. തോമസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത്, കണക്കുകൾ എന്റെ കയ്യിലില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.